വെൽക്കം ടു എക്സ്പ്രസ് മിഷൻ. പ്രിയമുള്ളവരെ, ഇത് ജാലിയൻ വാലാബാഗിലെ കാഴ്ചകളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ രക്തരൂക്ഷിതമായ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ഒരു പ്രധാന സ്ഥലമാണിത്. സ്മാരകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജാലിയൻ വാലാബാഗ് നമ്മെ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുവരാൻ പര്യാപ്തമാവും വിധം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കാഴ്ച നമ്മൾ കയറുന്നത് തന്നെ ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ്. ഈ വഴി തന്നെയായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. കാരണം ജാലിയൻ വാലാബാഗ് എന്ന ഈ സ്ഥലം ഇത് ഒരു മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു മൈതാനമായിരുന്നു. കടന്നു ചെല്ലുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ചുമരുകളിൽ നിൽക്കുന്ന പ്രതിമകളാണ്. നമ്മെ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ നവീകരിച്ച വഴിയാണിത്. അന്നും ഇതുപോലുള്ള ഇടുങ്ങിയ വഴിയായിരുന്നു ഈ മൈതാനത്തിലേക്കുള്ള പ്രവേശന കവാടം. കടന്നു ചെല്ലുന്നത് നമ്മൾ ഒരു വലിയൊരു പൂങ്കാവനത്തിലേക്കാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ രക്തസാക്ഷിത്വം വഹിച്ച ദേശാഭിമാനികളെ സ്മരിക്കാനായി ഇവിടെ വലിയ തോതിൽ ഒരു സ്മാരകം തന്നെ സംവിധാനിച്ചിട്ടുണ്ട്. നമുക്കവിടെ കടന്നു ചെല്ലുമ്പോൾ നിരവധി ചെറിയ ചെറിയ ഓഡിറ്റോറിയങ്ങൾ കാണാം. അവിടെ സ്ക്രീനുകളിൽ തെളിയുന്നത് ദൃശ്യാവിഷ്കാരമാണ്. പഴയ ആ സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങൾ കാണാം. അത്യാധുനിക രീതിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. ശബ്ദവും അതുപോലെ ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. അതുകൂടാതെ ആ പഴയകാല ചിത്രങ്ങളും ഒക്കെ വളരെ മനോഹരമായി സെറ്റ് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നിരവധി പ്രതിമകളും ഒക്കെ അവിടെ കാണാം. അവിടെ നിന്ന് കടന്നാൽ വീണ്ടും അടുത്ത ഭാഗത്തേക്ക് കടക്കുമ്പോൾ അവിടെയും ഇതുപോലുള്ള നിരവധി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിശാലമായി ഇത് പഠിതാക്കൾക്ക് പഠിക്കാനും ഒക്കെ ഉള്ള സംവിധാനങ്ങളാണ്. വളരെ മനോഹരമായ ഡിജിറ്റൽ സംവിധാനങ്ങൾ അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ഒരു വലിയ ആ കൂട്ടക്കൊലയുടെ സ്മരണകളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ദർശനം നമുക്ക് വീണ്ടും നമ്മുടെ മനസ്സുകളിൽ അതിൻ്റെ ആ ആവേശം ഉണർത്തും വിധം നമ്മെ ആ സ്മരണകളിലേക്ക് കൊണ്ടുപോകുന്നു. രക്തസാക്ഷി അഥവാ അവരുടെ ഒരു കിണറാണ്. ഈ കിണറിനുള്ളിലാണ് അന്ന് വെടിയേറ്റപ്പോൾ പ്രാണരക്ഷാർത്ഥം പലരും രക്ഷപ്പെടാനായി ഈ കിണറിലേക്ക് എടുത്തു ചാടുന്നത്. 1650 തവണയാണ് റൗണ്ട് വെടിവെച്ചത് എന്ന് പറയപ്പെടുന്നു. 1000-ലേറെ പേർ മരണപ്പെടുകയും 1000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത വലിയൊരു കൂട്ടക്കൊലയ്ക്കാണ് ഈ മൈതാനം അന്ന് സാക്ഷ്യം വഹിച്ചത്. ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ബ്രിഗേഡിയർ ജനറൽ ഡയർ ആയിരുന്നു അന്ന് വെടിവെക്കാനായി ഉത്തരവിട്ടത്. അദ്ദേഹത്തെ പിന്നീട് ഉദ്ധം സിംഗ് എന്ന ധീര ദേശാഭിമാനി ബ്രിട്ടനിൽ ചെന്ന് 21 വർഷത്തിനു ശേഷം അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 1919 ഏപ്രിൽ 13 ഈ കൂട്ടക്കൊല അരങ്ങേറിയത്. അന്ന് സമാധാനപരമായി പ്രതിഷേധിക്കുകയായിരുന്ന ജനങ്ങൾക്ക് നേരെ ജനറൽ ഡയർ വെടിവെക്കാൻ ഉത്തരവിടുകയായിരുന്നു. 1919 മാർച്ചിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് റൗലറ്റ് ആക്ട് എന്ന കരിനിയമം പാസാക്കുകയുണ്ടായി. വാറണ്ട് കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാനുള്ള നിയമമായിരുന്നത്. അതിനെതിരെ രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധത്തിൽ പഞ്ചാബിൽ നടന്ന പ്രതിഷേധമാണ് ഈ കൂട്ടക്കൊലയ്ക്ക് ഹേതുവായത്. 1919 ഏപ്രിൽ 10 അമൃത്സറിൽ ഹർത്താൽ ആചരിച്ചു. 1919 ഏപ്രിൽ 13 സിഖുകാരുടെ വൈശാഖി ഉത്സവ ദിനമായ അന്ന് ജനങ്ങൾ ഈ മൈതാനത്തിൽ ഒത്തുകൂടി. ഇതറിഞ്ഞ ജനറൽ ഡയർ
പട്ടാളവുമായി വന്ന് വെടിവെക്കുകയായിരുന്നു. യാതൊരു പ്രകോപനവും കൂടാതെ നടന്ന ആ വെടിവെപ്പിൽ ആയിരക്കണക്കിന് പേർ മരിച്ചു വീണു. ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ത്രസിപ്പിക്കുന്ന ആ ഓർമ്മകളിലേക്കുള്ള വെളിച്ചം വീശലാണ് ഈ സ്മാരകങ്ങളെ സന്ദർശിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.